വെൽക്കം ബാക്ക് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് വീണ്ടും ഒരു മെയിൻ്റനൻസ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഈ മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു സീരീസ് ആക്കിയാലോ ഞാൻ ആലോചിക്കുകയാണ്. കാരണം അമ്മാതിരി കണ്ടൻറ്റാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. എത്ര പേരൊക്കെ യൂസ്ഫുൾ ആവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും NS ഉള്ളവർക്ക് യൂസ്ഫുൾ ആവും. നമ്മുടെ ഇപ്പോഴത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് മുന്നത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചു തന്നെ കേട്ടോ. അതായത് നമ്മുടെ ആ ചെയിൻ്റെ നോയ്സ് തന്നെയാണ്. നമ്മൾ ബെയറിങ് മാറിയിട്ടുണ്ടായിരുന്നു, അതിൽ സൗണ്ട് പോയില്ല. പിന്നെ ഏതാ ഒരു വ്ളോഗിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ചെയിൻ ഓടുന്ന സമയത്ത് ഇങ്ങനെ ടക്ക് 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 എന്നിങ്ങനെ തേരിയൊക്കെ കയറുന്ന സമയത്ത് ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഇന്നർ സ്പ്രോക്കറ്റും ചെയിൻ്റെ ലോക്കും കൂടെ മാറിയപ്പോഴത്തേക്കും കംപ്ലീറ്റ് സോൾവ് ആയതായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം ചെയ്തിട്ട് കുറേ നാളാവും. ഇപ്പോൾ ചെയിന് വീണ്ടും നോയ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം വിചാരിച്ച് കഴിഞ്ഞ വീഡിയോ ചെയ്തപോലെ നമ്മുടെ ബെയറിങ് മോശമായിട്ട് അതിൽ നിന്ന് വരുന്ന സൗണ്ടാണ്. അതങ്ങനെ റയറായിട്ട് സംഭവിക്കാറുള്ളൂ. പക്ഷേ ബെയറിങ് മാറി നമ്മളാ ഒരു സൗണ്ട് പോയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചെയിൻ തന്നെയാണ് വില്ലൻ. ചെയിൻ്റെ നോയ്സാണ് കേട്ടോ. ചെയിൻ്റെ ഓറിങ്ങൊക്കെ പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് നല്ല ലൈഫ് കിട്ടി. നമ്മുടെ റോളൗണ്ട് ചെയിൻ സ്പോക്കറ്റാണ് കിടക്കുന്നത്. റോളൗണ്ട് നോർമൽ NS-നൊക്കെ വരുന്ന ചെയിൻ സ്പോക്കറ്റാണ് കിടക്കുന്നത്. പക്ഷേ നമ്മുടെ സ്റ്റോക്കായിട്ട് വരുന്ന ചെയിൻ സ്പോക്കറ്റ് എനിക്ക് വെറും 15,000 കിലോമീറ്റർ മാത്രമേ കിട്ടിയുള്ളൂ. ഇതിപ്പോൾ 28,000 കിലോമീറ്റർ ആയിട്ടാണ് നോക്കിയപ്പോഴത്തേക്കും. 28,000 കിലോമീറ്റർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചെയിൻ്റെ നോയ്സ് തന്നെയാണ്. കാരണം ഇന്നർ സ്പ്രോക്കറ്റ് മാറിയുകൊണ്ട് അതിൻ്റെ ഡാമേജ് കൊണ്ടുവന്ന സൗണ്ടല്ല. അപ്പോൾ ചെയിൻ്റെ ഓറിങ്ങൊക്കെ ഏകദേശം തീർന്നെന്ന് തോന്നുന്നു. 28,000 കിലോമീറ്റർ കിട്ടി. എന്തായാലും മുതലായി സാധനം. അപ്പോൾ ഞാൻ ഇന്നലെ പോയിട്ട് നമ്മൾ റോളോണിൻ്റെ സെയിം ചെയിൻ സ്പ്രോക്കറ്റ് തന്നെ വാങ്ങി കേട്ടോ. 1,500 ആയി. അപ്പോൾ സാധനമൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ പോകുന്നത് നമ്മുടെ ഷോറൂമിലോട്ടാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഡാംബർ ബുഷ് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാങ്ങണം. അപ്പോൾ അതും വാങ്ങി നമ്മളെ ചെയിൻ സ്പോക്കറ്റും കൂടെ മാറാനായിട്ട് അർജുൻ ബ്രോയുടെ വീട്ടിലോട്ട് പോകണം. രാവിലെ ഷോറൂമിലോട്ട് പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അർജുൻ ബ്രോയുടെ വീട്ടിൽ പോയി മാറാം. ഇന്ന് തന്നെ നടക്കുമെന്ന് അറിഞ്ഞൂടാ. മച്ചാൻ വൈകിട്ട് ഫ്രീ ആവുള്ളെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഇപ്പോൾ ജോലിക്ക് പോകുന്ന വഴിയാണ്. രാവിലെ പോയി സാധനം മേടിച്ചിട്ട് ഇനിയിപ്പോൾ ജോലി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വേണം മച്ചാൻ്റെ വീട്ടിൽ പോയി സെറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഷോറൂമിൽ പോയി ഒരു ഡാംബർ ബുഷ് മേടിക്കാം. പിന്നെ ബ്രാസ് വാങ്ങാമായിരുന്നു. വണ്ടി നല്ല റെഡ് കളർ ആയതുകൊണ്ട് ബ്രാസ്, അതായത് ഗോൾഡൻ ചെയിൻ സോക്കറ്റ് ഇട്ടാൽ നല്ല രസമായിരിക്കും കാണാം. പക്ഷേ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. 2,500 ആ ഒരു റേഞ്ചൊക്കെ റേറ്റ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല സംഭവം അടിപൊളിയാണ്. തുരുമ്പൊന്നും എടുക്കില്ല പെട്ടെന്ന്, ബ്രാസ് പ്ലേറ്റഡ് ആയതുകൊണ്ട്. പിന്നെ അതനുസരിച്ച് വെയിറ്റും കൂടും. അപ്പോൾ പെർഫോമൻസിലൊക്കെ ഒരു ചെറിയ ഒരു ഡിലേ ഒക്കെ വരും കേട്ടോ ബ്രാസ് പ്ലേറ്റിന്. സംഭവം കാണാനൊക്കെ നൈസാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് കുറച്ച് എന്തായാലും ലൈഫ് കിട്ടണം. അത്രയ്ക്ക് ചെയിനിന്നും വലിയ പെർഫോമൻസ് ഒന്നും വേണ്ട. നോർമലായിട്ടുള്ള പെർഫോമൻസ് ഒക്കെ കിട്ടിയാൽ മതി. അപ്പോൾ എന്തൊരു തിരക്കട രാവിലെ. നമുക്ക് നേരെ ഷോറൂമിൽ പോയി ഈ സാധനം ഡാംബർ മേടിക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഷോറൂം എത്തി. വേറെ ചോദിച്ചു നോക്കാം കേട്ടോ. കിട്ടാത്ത സാധനമൊന്നുമില്ല. ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് എത്ര റേറ്റ് ആവുമെന്നൊന്നും അറിയാൻ വയ്യ. റബ്ബർ കട്ട പോലെ ഇരിക്കുന്ന സാധനമാണ്. എല്ലാവർക്കും അറിയായിരിക്കും. കയറി ചോദിച്ച് നോക്കാം. സൗണ്ട് എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത സൗണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ റോളൗണ്ട് ചെയിൻ സ്പോക്കറ്റ് എന്ന് പറയുന്നത് ഞാൻ ചെയിൻ ലൂബ് ചെയ്യാത്ത സാധനം കേട്ടോ. അതായത് മേടിച്ചപ്പോൾ തൊട്ടേ അതുപോലെ കൊണ്ടു നടക്കുന്ന സാധനമല്ല. നമ്മൾ എൻജിൻ ഓയിലാണ് ലൂബായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നല്ല ലൈഫ് കിട്ടിയ സാധനം. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ആ സാധനം തന്നെ ഞാൻ വീണ്ടും വാങ്ങിയത്. എന്തായാലും നോക്കാം. ഇത് ഡാംബർ ബുഷ് ഉണ്ടോ? NS-ൻ്റെ ഡാംബർ ബുഷ് കഴിച്ചപ്പോൾ നമ്മളെ സാധനം കിട്ടി. ഇതാണ് കേട്ടോ ഐറ്റം, ഡാംബർ ബുഷ്. 165 റേറ്റ്. ഇത് നമ്മൾ മാറാറായെന്ന് പറഞ്ഞാൽ തീർന്നു നമ്മുടെ ഡാംബറൊക്കെ. അപ്പോൾ ഇനി സ്പ്രോക്കറ്റ് ഇളക്കുന്ന സമയത്ത് ഇതും കൂടെ അങ്ങ് മാറാം. അല്ലെങ്കിൽ പിന്നെ ഇത് മാറാനായിട്ട് മാത്രം ടയറൊക്കെ വലിച്ചു വരുന്ന ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ നമുക്ക് അർജുൻ ബ്രോയുടെ വീട്ടിലോട്ട് പോവാം സെറ്റ് ചെയ്യാനായിട്ട്. ഇതാണ് നമ്മളെ റോളൗണ്ട് ചെയിൻ സ്പോക്കറ്റ്. ഇത് എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണ്. കാരണം അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ. നമ്മളെ റോളൗണ്ട് നമ്മൾ ഈ എക്സാക്റ്റ് സെയിം സാധനം തന്നെയാണ് ഇതിന് തൊട്ട് മുന്നേ ഇപ്പോൾ കിടക്കുന്ന ആ ഒരു ചെയിൻ കേട്ടോ. അപ്പോൾ ലൈഫ് അത്യാവശ്യം കുഴപ്പമില്ല കിട്ടിയുണ്ട്. ആ ഒരു സെയിം സാധനം തന്നെ മേടിച്ച് ഇവിടെ പൾസർ 260 NS കൂടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചെയിൻ സ്പോക്കറ്റ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ചെയിൻ വരുന്നത് കേട്ടോ. മറ്റേ ബ്രാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രാസിലാണ് കുറച്ച് ഗ്രീസ് പോലത്തെ ഒരു സംഭവമാണ്. ഇതിൽ നമ്മുടെ എനിക്ക് തോന്നുമ്പോൾ റോളൗണ്ട് ഒരു ചെയിൻ ലൂബ് കിട്ടും. ആ ഒരു കറക്റ്റ് പക്ക അവരുടെ കമ്പനി സാധനം തന്നെ അടിച്ച് വെച്ചിരിക്കുന്ന ഒരു ഫീൽ കേട്ടോ. കാരണം ആ സാധനം മുമ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചക്കാരക്ക് ഡയറക്റ്റ് നമ്മളെ കയ്യിൽ പറ്റിയ പോലെ ഒരു പശ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ NS പോക്കറ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് NS പോക്കറ്റ്. പിന്നെ ഒരു ഐറ്റം നമ്മുടെ രണ്ടാമത്തെ ഐറ്റം കേട്ടോ. അത് ബാക്കിലത്തെ സ്പ്രോക്കറ്റ്. സ്റ്റോക്ക് വരുന്ന പോലെ തന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റോക്ക് ബജാജിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റിൽ ലോക്ക് ഇല്ലാത്ത ടൈപ്പാണെന്ന് തോന്നുന്നു. ലോക്ക് ഉള്ളതാണോ ഇല്ലാത്തതാണോ വെച്ചാനെ കിട്ടില്ല എന്നല്ലേ. നമ്മുടെ ബജാജിൻ്റെയൊക്കെ ലോക്ക് ഇല്ലാത്ത ടൈപ്പാണ് കേട്ടോ. നമ്മുടെ സ്റ്റോക്ക് വന്നത് നമ്മുടെ NS-ന് സ്റ്റോക്ക് വന്നതും ഏതാണ് നമ്മളെ ലോക്ക് ഇല്ലാത്ത ടൈപ്പ് ചെയിനായിരുന്നല്ലോ. പക്ഷേ എനിക്ക് കിലോമീറ്റർ കിട്ടിയില്ല. ഒരു 15,000 കിലോമീറ്റർ മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. ഇത് കുഴപ്പമില്ല. മുമ്പ് യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അത് തന്നെ എടുത്തേക്കുവാണ്.
നമ്മൾ സ്റ്റോക്ക് അതായത് ഇപ്പോൾ കിടന്ന ചെയിൻ സ്പ്രോക്കറ്റാണ് കേട്ടോ. ബാക്കിലത്തെ വലിയ സ്പ്രോക്കറ്റാണ്. അതിൻ്റെ ഈ പല്ലിന് വലിയ കനം കുറവ് വന്നിട്ടില്ലെങ്കിലും അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഗ്യാപ്പ് നന്നായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ നല്ല സൗണ്ട് മെയിൻ എനിക്ക് തോന്നുന്നു നമ്മളെ ചെയിൻ്റെ ഓർമ്മയൊക്കെ പോയിട്ടായിരിക്കും. പിന്നെ നമ്മുടെ ഇന്നർ സ്പ്രോക്കറ്റ് നമ്മൾ ഇടയ്ക്ക് പുതിയത് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐസം നമ്മളെ പഴയ ഡാംബർ ബുഷാണ് കേട്ടോ. ഇതിൽ കിടന്ന ഡാംബർ ബുഷാണ്, ഇതുവരെ മാറിയിട്ടില്ലായിരുന്നു കേട്ടോ. സാധനം വണ്ടി 43,500 കിലോമീറ്റർ നമ്മൾ ഡാംബർ ബുഷ് ഇതുവരെ മാറിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ ബാക്ക് സ്പ്രോക്കറ്റ് എടുത്ത് ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുതിയ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും പക്ക ഫിറ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആരെങ്കിലുമൊക്കെ ഇനി മാറാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറിക്കോട്ടെ. 165 രൂപയേ ഉള്ളൂ. നമ്മളെ പെർഫോമൻസിനെയൊക്കെ നല്ല രീതിക്ക് ബാധിക്കും കേട്ടോ. ഓക്കെ. ഗൈസ്, അപ്പോൾ നമ്മളെ ചെയിൻ സ്പ്രോക്കറ്റൊക്കെ മാറി വണ്ടി സെറ്റായി. ഞാൻ ഇപ്പോൾ പിറ്റേ ദിവസമാണ് നമ്മളെ ഔട്ടർ എടുക്കുന്നത് കേട്ടോ. എന്താ പറയുക, നമ്മൾ ആ ഒരു സൗണ്ട് കംപ്ലീറ്റ് മാറി, സൗണ്ടും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് മാറി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാം വള്ളത്തിൽ തുഴഞ്ഞു പോകുന്ന അതേ ഫീൽ കേട്ടോ. ഭയങ്കര സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്തായി എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഡാമേജ് ഉണ്ടായിരുന്നു നമ്മുടെ ആ ഒരു ചെയിന്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ വലിവിലും നമ്മൾ ഈ പെട്ടെന്ന് ത്രോട്ടിലേക്ക് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ തേരിയെ കയറുന്ന സമയത്ത് ആ ഒരു സൗണ്ടും ബഹളവും അതിൻ്റെ ഒരു മൊത്തം ഡാമേജ് ആയതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുണ്ടോ വണ്ടിക്ക്. പെട്ടെന്ന് നമ്മൾ ആ ഒരു ചെയിനൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല ഫ്രഷ് പുതിയ ചെയിനൊക്കെ എടുത്തിട്ടിട്ട് ഓടിക്കുമ്പോൾ പിന്നെ ഭയങ്കര ഡിഫറൻസ് കേട്ടോ. നമ്മൾ എന്നും ഓടിക്കുന്ന വണ്ടിയായതുകൊണ്ട് എപ്പോഴും പറയാറുള്ളത് എന്തെങ്കിലും ഒരു മൈനോട്ട് ചേഞ്ച് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് അത് ഫീൽ ചെയ്യാൻ പറ്റും. ഭയങ്കര സ്മൂത്തായി വണ്ടി ഇപ്പോൾ പക്ക സ്മൂത്താണ്. ബാക്കിൽ നിന്ന് ഒരു നോയ്സും ഇല്ല. നമ്മളിൽ വണ്ടൊക്കെ മൂളുന്ന പോലത്തെ ഒരു സൗണ്ടാണ് ഇപ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ ചെവി വയ്ക്കുമ്പോൾ ഇത് ഒരു ആ ഒരു മുരൾച്ച മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഒരു അടിയോ ബഹളമോ സൗണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര ഹാപ്പി, വണ്ടി സെറ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 10-30,000 കിലോമീറ്ററൊക്കെ കിട്ടുമായിരിക്കും. എനിക്ക് എന്തായാലും മുമ്പിട്ട് 28,000 കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് റോൾ ഓണിൽ. അതുകൊണ്ടാണ് വീണ്ടും അത് തന്നെ വാങ്ങിയത്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര കിലോമീറ്റേഴ്സൊക്കെ കിട്ടുമെന്ന്. ഈ ചെയിനൊക്കെ മര്യാദയ്ക്ക് കൊണ്ട് നടന്നില്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമ്മളെ വണ്ടിയുടെ പെർഫോമൻസിനെ ബാധിക്കും, മൈലേജിനെ ബാധിക്കാം, വലിവിനെയൊക്കെ ബാധിക്കാം കേട്ടോ. അപ്പോൾ ചെയിൻ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ചെറിയ കാര്യമല്ല, നല്ല രീതിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മളെ ബൈക്കിനെ മൊത്തത്തിൽ ബാധിക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും, നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ ചെയിൻ യൂസ് ചെയ്യാൻ പറ്റും. 10-30,000, 40,000, 50,000 ഒക്കെ കിട്ടിയവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പൾസർ സീരീസിന് പൊതുവേ ചെയിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഭയങ്കര ചെയിനടിയാണെന്നൊക്കെ ഞാൻ NS എടുക്കുന്നതിന് മുമ്പേ ഒരുപാട് എടുത്ത് ചോദിച്ചപ്പോഴും പിന്നെ അങ്ങനെ പൊതുവേ ഒരു സംസാരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചെയിൻ അടിയുണ്ട്, അല്ലെങ്കിൽ ചെയിൻ്റെ ഭയങ്കര നോയ്സാണ് പൾസർ സീരീസിന്. പൾസർ സീരീസിനൊക്കെ ഉണ്ട് ഒരു 180, 150 ആ ഒരു സെഗ്മെൻറ്റിലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് NS എടുത്തതിന് ശേഷം, നമ്മുടെ ഈ വണ്ടി എടുത്തതിന് ശേഷം ചെയിൻ്റെ ഭാഗത്ത് നിന്ന് ഭയങ്കര ഒരു നോയ്സോ അല്ലെങ്കിൽ ഭയങ്കര ചെയിനടിയാണ്, പെട്ടെന്ന് അലന്ന് പോകും, പിരിന്ന് പോകും എന്നൊക്കെ വണ്ടി പൊതുവേ ഒരു ധാരണ ഉണ്ട് എല്ലാവർക്കും. പക്ഷേ എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു ഫീലൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ചെയിൻ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് ഒരു 500 കിലോമീറ്റർ അല്ലെങ്കിൽ എപ്പോഴാണ് അഴുക്കാവുന്നതനുസരിച്ച് അല്ലെങ്കിൽ എപ്പോഴാണ് ചെളിയും മണ്ണൊക്കെ കൂടുന്നതനുസരിച്ച് നമ്മളത് ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ ഇരിക്കും. പിന്നെ ഒരുപാട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരുപാട് കിലോമീറ്റേഴ്സ് കിട്ടാത്തവരുണ്ട്, ഒട്ടും ഒന്നും ചെയ്യാതെ വെറുതെ കൊണ്ട് നടക്കുന്നവർ ഒരുപാട് കിലോമീറ്റേഴ്സ് കിട്ടുന്നു, അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ മെയിൻ്റെനൻസ് കൂടി പോയാലും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടൊരു മീഡിയം ലെവലിലേക്ക് കൊണ്ടുപോകാം, അത്യാവശ്യമൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലാത്ത ലൈഫൊക്കെ കിട്ടും. പിന്നെ റോൾ ഓൺ എനിക്ക് ഓക്കെയാണ്,
സെറ്റാണ് റോളാണ്, വേറെ സീനൊന്നുമില്ല. പിന്നെ നമ്മുടെ ഈ മൈലേജ് ടെസ്റ്റ് വീഡിയോ കുറേ നാളുകൊണ്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നതാണ്. പിന്നെ എപ്പോൾ വീഡിയോ ചെയ്താലും അതിൽ ഒരു കമൻറ്റെങ്കിലും കാണും, ബ്രോ മൈലേജ് ടെസ്റ്റ് എന്താ കേട്ടോ. അപ്പോൾ മൈലേജ് ടെസ്റ്റ് എന്തായാലും ചെയ്യാം. ഞാൻ ചെയ്യാത്തതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്, ചെയിൻ്റെ കണ്ടീഷൻ ഭയങ്കര മോശമായിരുന്നു. പിന്നെ ബാക്കിൽ നിന്നുള്ള ഒരു അടിയും വെള്ളം എല്ലാം കൂടെ. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ മൈലേജ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും മൈലേജ് ഡ്രോപ്പ് ആവും. ഇപ്പോൾ എന്തായാലും മൈലേജ് ഡ്രോപ്പ് ആവും. ഒരു ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും, നമുക്ക് 52 മൈലേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ NS-ന്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് വണ്ടിയുടെ ടെക്നിക്കൽ സൈഡ് എല്ലാം പക്ക ക്ലിയർ ആണ്. അപ്സൈസ് ചെയ്തിട്ടുണ്ട് ടയറൊക്കെ. ഫ്രണ്ടിൽ സ്റ്റോക്കായിട്ട് വരുന്ന 100-ഉം ബാക്കിൽ 130-ആണ് NS-ൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ 110-ഉം ഇപ്പോൾ 150-ആണ് നടക്കുന്നത്. പിന്നെ USD ഫോർക്കൊക്കെ എടുത്ത് ഫ്രണ്ടിൽ കയറ്റിയിട്ടുണ്ട്. എന്താവും എന്തോ ഇവിടുത്തില്ല, വെയിറ്റൊക്കെ നല്ലപോലെ കൂടിയിട്ടുണ്ട് കേട്ടോ, ഫ്രണ്ടും ബാക്കും. പിന്നെ നമ്മൾ USD വെയിറ്റും. അപ്പോൾ എന്തായാലും മൈലേജ് ഡ്രോപ്പ് ഉറപ്പാണ്. പിന്നെ വണ്ടി ഒന്ന് പക്ക ഒന്ന് സെറ്റ് ആക്കിയിട്ട് മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആയിരുന്നത്. കാരണം നമ്മൾ ചെയിനൊക്കെ ഒന്ന് ഇതേപോലെ ഇപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ പുതിയതൊക്കെ മാറ്റിയിട്ട്, ഇപ്പോൾ നമ്മൾ വാക്യൂം സിസ്റ്റം മാറിയിട്ടുണ്ട്, കോൺസെപ്റ്റ് മാറിയിട്ടുണ്ട്, വീൽ ബെയറിങ് മാറി, പിന്നെ കേബിൾസൊക്കെ പുതിയതാണ്, ഇവിടെ ഇപ്പോൾ ചെയിനും മാറിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇപ്പോൾ പക്ക കണ്ടീഷനാണ്, വേറെ ഒരു സീനും ഇല്ല, പക്ക പ്രോപ്പറാണ്, ചെറുക്കൻ സെറ്റായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഒരു മൈലേജ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം വണ്ടി നല്ല പെർഫെക്റ്റ് കണ്ടീഷനായിട്ട് ഇരുന്നിട്ട് നമ്മൾ മൈലേജ് ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ കേട്ടോ. എന്നാലേ നമുക്ക് കറക്റ്റ് ആ ഒരു എക്സാക്റ്റ് മൈലേജും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എന്താണ് ഒരു കട്ടിൽ കിടക്കുന്ന ഒരു രോഗി എണീച്ചിട്ട് നിനക്ക് പറ്റുന്നിടത്തോളം ഓർഡറാന്ന് പറയുന്നത് അത്ര ശരിയായ കാര്യമല്ല. കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൂടെ കൊടുത്തിട്ട് നമ്മൾ ഓടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ എന്തായാലും ഉടനെ മൈലേജ് ടെസ്റ്റ് വീഡിയോ വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റാക്കി വെച്ചോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, വലിയൊരു കണ്ടൻറ്റൊന്നും അല്ല, ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എത്ര പേർക്ക് യൂസ്ഫുൾ ആയെന്നൊന്നും അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക. അതിനാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.